യമ്മി. കറുമുറ സൗണ്ട് കണ്ടു. എമ്മിയായിരുന്നു കേട്ടോ. ഇരുന്ന് ഇങ്ങനെ മൃഷ്ടാനം ഞാൻ കഴിച്ചു. ഹായ് ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചിലപ്പോൾ വീഡിയോയിൽ വരാൻ പോകുന്ന 2 കമൻറ്റിനുള്ള മറുപടി പറഞ്ഞിട്ട് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ കമൻറ്റ് ഭസ്മം. ഞാൻ ഭസ്മം തൊടുമ്പോൾ പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളും നോക്കലില്ല. നേരെ പ്രാർത്ഥിക്കുക, എടുക്കുക, തൊടുക, വരിക. രണ്ടാമത്തെ ഒരു കാര്യം, ചിലപ്പോൾ വരിക എൻ്റെ മുടിയായിരിക്കും. മുടി ഞാനിപ്പോൾ കുളിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ. കുളിച്ചിറങ്ങിയ ഒരു മുടി എനിക്ക് ചീകാൻ ഇപ്പോൾ താല്പര്യമില്ല. ഉണങ്ങി കഴിയുമ്പോൾ മാത്രമാണ് ഞാൻ ഡീടാങ്കിൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ക്യൂസ് മൈ ലുക്കിലുപരി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണല്ലോ ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ടോപ്പിക് മേ ബി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. കാരണം 1-2 പേര് ഈ ഒരു ടോപ്പിക് എടുത്ത് റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടു. ഞാൻ ഇതിനു മുമ്പ് ഒരു 4 ദിവസം മുമ്പേ ഞാൻ പല യൂട്യൂബേഴ്സിൻ്റെ ചാനലിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഞാനിങ്ങനെ കണ്ടൻറ്റുകൾ വരുന്ന സമയത്ത് യൂട്യൂബിൽ ഡിസ്കഷൻ ആയിക്കൊണ്ട് നിൽക്കുന്ന പല കണ്ടൻറ്റുകളും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടും ഇതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം പറയുന്നത്. ഓഫ്കോഴ്സ് മൈ വേ ബൈ കല്യാണി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ചാനലിൽ തന്നെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഒരു 2-3 ആഴ്ച ബാക്കൗട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത ഒരാൾ. ഫാമിലി വ്ളോഗ് വഴി ബ്യൂട്ടി പ്രൊഡക്ട്സിനെ ഓവറായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് പെയ്ഡ് പ്രൊമോഷൻസ് വഴി ഭയങ്കര ക്യാഷ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന ഈ ടാഗ് ലൈനൊക്കെ വന്നിട്ടുള്ള ആളുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടു. അത് അത്യാവശ്യം റീച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ആൾ വളരെ സൈലൻ്റ് ആയിരുന്നു. എനിക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്നതല്ല, അല്ലാണ്ടല്ല ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. പബ്ലിക്കലി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇട്ടിട്ടുണ്ടെങ്കിൽ പബ്ലിക്കലി അതിന് കമൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്ക് എല്ലാവരും പോസിറ്റീവ് പറയണം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിടുന്നു, അതിന് ആൾക്കാർ നെഗറ്റീവ് പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ, നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുക. അപ്പോൾ അവിടെ വേറൊരു വിഷയമില്ല. നിങ്ങളൊരു സാധനം ഇടും, അതിൻ്റെ താഴെ നിങ്ങളുടെ കമൻറ്റ് വരും, അത് ഡെഫിനറ്റ്ലി നമ്മൾ ശ്രദ്ധിക്കും, നമ്മൾ എടുക്കും, റിയാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ വീണ്ടും എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞു വരും, അതെടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യും. അതാണ് ഇങ്ങനെ. ഇപ്പോൾ റീസെൻ്റ്ലി അഹാനൻ്റെ കോൺട്രവേഴ്സി ഇത്രത്തോളം ഇഷ്യൂ ആവാനുള്ള ചാൻസ് എന്താ? തൻവിയുടെ വീഡിയോ വന്നു, ഞങ്ങളെടുത്ത് റിയാക്ട് ചെയ്തു, അവിടെ എൻഡ് ചെയ്യണമായിരുന്നു. അവിടെ അഹാന വീഡിയോ വന്നു, പിന്നെ തൻവി വന്നു, പിന്നെ അഹാന സ്റ്റോറി വന്നു, പിന്നെ തൻവി വന്നു, ഇതിങ്ങനെ. പിന്നെ അതിന് ശേഷം എല്ലാം കഴിഞ്ഞ് സിന്ധു കൃഷ്ണ വന്നു. സിന്ധു കൃഷ്ണ അവരുടെ മെസ്സേജ് അയക്കുന്ന ഫോളോവേഴ്സിന് കയറി വീഡിയോ അയച്ചു കൊടുത്തു. ഇങ്ങനെ വലുതായിപ്പോയി. അപ്പോൾ 2 കൈ കൂട്ടിയടിക്കുമ്പോൾ മാത്രമേ ഒച്ച ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? 2 കൈ കൂട്ടിയടിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിയാൽ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രവേഴ്സികൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലായതുകൊണ്ടാണോ അറിയില്ല, മൈ വേ ബൈ കല്യാണി ഒരൊറ്റ വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോയോടുകൂടി ഈ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു. പിന്നെ ഒരു വലിയ ഡിസ്കഷൻ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആളുടെ പ്രൊഫൈൽ എടുത്ത് ചെക്ക് ചെയ്ത സമയത്ത് ആഴ്ച കൂടുമ്പം ഇത് സൺസ്ക്രീൻ, ഇത് ഗ്ലോ, ഇത് ലിപ്സ്റ്റിക്, ഇത് തേച്ചാൽ കുരു പോയി, ഇത് തേച്ചാൽ പാടുപോയി എന്ന് പറയുന്ന ഈ പരിപാടികളും ഞാൻ അതിൽ കണ്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ കാണുന്നൊരു സാധനമാണ്, എവിടെയോ ഒരു ഫുഡ് വ്ളോഗ് സ്റ്റൈലിലോട്ട് പോയോ എന്നെനിക്കറിയില്ല. ASMR പിടിച്ചതാണോ, ഫുഡ് വ്ളോഗിങ് പിടിച്ചതാണോ, അല്ലെങ്കിൽ എന്ത് സാധനമാണ് പിടിച്ചേ എന്ന് എനിക്കറിയില്ല. ഒരു സൈഡ് നോക്കുമ്പോൾ ASMR സ്റ്റൈല്, ഒരു സൈഡ് നോക്കുമ്പോൾ ഒരു ഫുഡ് വ്ളോഗിങ് സ്റ്റൈല്. എന്ത് സ്റ്റൈലാണെങ്കിലും അത് ഉദ്ദേശിച്ചതുപോലെ ഏക്കുന്നില്ല. ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ ബേസിക്കലി നല്ലൊരു ഫുഡിയാണ്. വളരെ ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രം ആ ഫുഡിനോട് ക്രേസ് ഇല്ലാത്തത്. അതിപ്പോൾ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കുക്ക് ചെയ്ത് വെക്കുന്ന കണ്ടാൽ നമ്മളുടെ വായിൽ തന്നെ അറിയാണ്ട് നല്ലൊരു ഇത് വരും. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഫുഡ്. എനിക്ക് നല്ലൊരു ഫുഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കിപ്പോൾ ഇന്ന് വീക്കെൻഡാണ്. ഞാൻ വീക്കെൻഡ് ആവുന്ന സമയത്ത് ഞാൻ വേറെ ഒരു കാര്യങ്ങളും സെറ്റ് ചെയ്യില്ല. അപ്പോൾ ചിലർ വീക്കെൻഡ് വരുമ്പോൾ കറങ്ങാൻ പോകാം, സിനിമയ്ക്ക് പോകാം, അല്ലെങ്കിൽ ഈ ബ്യൂട്ടി പാർലറിൽ പോകാം. ഞാൻ ഈ പരിപാടി ഒന്നും ചെയ്യില്ല. അതൊക്കെ ഞാൻ എൻ്റെ വർക്കിംഗ് ഡേയ്സിലാണ് ചെയ്യുക. വീക്കെൻഡ് വന്നാൽ എൻ്റെ വീട്ടിലുള്ള എൻ്റെ അച്ഛനും അമ്മയും ഈ വീഡിയോ കാണുന്നുണ്ട്, അല്ലെ എൻ്റെ ഏട്ടനോ വീഡിയോ കാണുന്നുണ്ട്, അല്ലെ എന്നെ അറിയുന്ന ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്. അവർക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാം എനിക്ക് നല്ല ഫുഡ്, നല്ല ഉറക്കം, നല്ല റെസ്റ്റ്.
ഇന്നിപ്പോൾ എൻ്റെ ഒരു വീക്ക് ഓഫ് ഡേ ആയിരുന്നു. ഇന്നലെ നൈറ്റ് ഞാൻ ബിരിയാണി ഉണ്ടാക്കി, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഈ മറ്റേ ലിവർ ഫ്രൈ ഉണ്ടാക്കി, ഇന്ന് നൈറ്റിക്ക് ഞാൻ എൻ്റെ സ്പെഷ്യൽ കുരുമുളക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വന്നിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് എപ്പോഴും ഒരു മനുഷ്യനെ അട്രാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ചേച്ചി ഫുഡ് ടാഗിലോട്ട് പോയി. പക്ഷേ ആളുടെ കോണ്ടൻറ്റ് പൊതുവേ ഫുഡ് തന്നെയായിരുന്നു. ഞാൻ ആളുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കോവക്കുപ്പേരിയാണ്. പിന്നെ മീൻ വാങ്ങുന്നു, മീൻ പൊരിക്കുന്നു, ചിക്കൻ വാങ്ങുന്നു, ചിക്കൻ പൊരിക്കുന്നു, അങ്ങനെ നല്ല നല്ല വീഡിയോസാണ്. നല്ല മോര് കറി, അത് ഇതൊക്കെ അന്നത് കാണാൻ രസമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെ സ്റ്റൈൽ മാറ്റി പിടിച്ചതോടുകൂടി ഒരു ഹേറ്റ് വന്നു. അപ്പോൾ ഇതിനൊക്കെ കാരണമായ ആ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. കല്യാണി ചേച്ചിയുടെ വിവാദ വീഡിയോയിലോട്ട് പോകും. അങ്ങനെ വഴികളായ റോഡുകളിലൂടെ എല്ലാം തിരിഞ്ഞ് വന്നിട്ട് നേരെ അടുക്കള പ്ലേറ്റും എടുത്തോണ്ട് കയറി കേട്ടോ, വല്ലതും തിന്നാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. യമ്മി. ഒരൊറ്റ ലെഗ് പീസ് ഉണ്ട്, ഇത് അപ്പൂന് വെച്ചേക്കമ്മ. എൻ്റെ കാല വെട്ടും എടുത്ത. ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാവേ. ഇതുണ്ടോ? അയ്യോ തോന്നുന്നു, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന കണ്ണിമാങ്ങ പോലെ അല്ല ഇത്, കണ്ടോണേ. കറുമുറ സൗണ്ട് കണ്ടോ? ഇതിന്റെ മണം മതി ചോറിന്. എമ്മി. വേറെ കറികളൊന്നുമില്ല, മീൻതലയും അച്ചാറും. സന്തോഷം. കഴിച്ച് മക്കം കഴിക്കാം. അപ്പോൾ പിന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കപ്പ് എനിക്ക് വേണം കേട്ടോ. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം പോയി എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഈ വലിയ കപ്പിൻ്റെ അകത്തങ്ങ് വെക്കാലോ എന്ന് വിചാരിച്ചു. മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല പച്ച പാരയായിരുന്നു കേട്ടോ, ചൂണ്ടയിട്ട് പിടിച്ചത്. അങ്ങനെ ഞാൻ അതും കൂടെ ഒഴിച്ചിട്ട് ഇതാണ്ട് ഇങ്ങനെ എമ്മിയായിരുന്നു കേട്ടോ. ഇരുന്ന് ഇങ്ങനെ മൃഷ്ടാനം ഞാൻ കഴിച്ചു. ഇതിനിടയിൽ ഞാൻ ചിരിച്ചത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ചിരിക്കാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും മുകളിൽ ആ വെള്ളം കുടിക്കുന്ന പാട്ട കാണിച്ച സമയത്ത് ആ പാട്ടയുടെ ലിങ്ക് വന്നു. അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചിരിച്ചത്. കാരണം ഇപ്പോഴത്തെ ഈ വ്ളോഗേഴ്സിൻ്റെ ഏറ്റവും വലിയ വെറുപ്പിക്കൽ എന്താണ്, ഇപ്പോൾ ഈ കുറച്ച് ടീമുകളുണ്ട്, ഞാൻ അവരുടെ പേര് ഞാൻ സിംപ്ലി പറയാം. ട്വിൻ സ്റ്റാർ, PK കപ്പിൾസ്, കല്യാണി, ഇവരുടെ വീഡിയോസൊക്കെ മൈ വേ ബൈ കല്യാണീൻ്റെ ഒക്കെ വീഡിയോ കാണുമ്പം ഞാൻ ആദ്യമൊക്കെ കാണുമായിരുന്നു. ഇപ്പം ഞാനിത് കാണലില്ല. കാണാത്തതിൻ്റെ ഒരു റീസൺ എന്താ അറിയോ? ഒരു 50 മിനിറ്റ് 58 സെക്കൻഡ് ഇവരുടെ വീഡിയോ നമ്മൾ കാണുന്നത് ഇവരുടെ എന്തെങ്കിലും ഒരു ഫാക്ടർ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. എന്നാൽ ഇപ്പം അങ്ങനത്തെ ഒരു ഫാക്ടർ ഇവരുടെ വീഡിയോയിലില്ല. കംപ്ലീറ്റ് പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. ഊയിൻ്റെ അപ്പം നമ്മളിങ്ങനെ ഭ്രാന്തെടുക്കും. പാട്ട, സ്പൂണ്, അത് ഇത് എല്ലാം റിവ്യൂ. കാണിച്ചോ? നിങ്ങളിപ്പോൾ ഒരാഴ്ച 7 വീഡിയോ ഉണ്ടെങ്കിൽ 3 വീഡിയോ റിവ്യൂ കാണിക്കുക, 4 വീഡിയോ നിങ്ങൾ നിങ്ങളതായ രീതിയിലുള്ള എന്തെങ്കിലും ഒരു കോണ്ടന്റ് കാണിക്കുക. ഇത് ഒരു വീഡിയോ കഞ്ഞിയിൽ നിന്ന് നേരെ പോവുക സ്പൂണിൻ്റെ റിവ്യൂ. ആ സ്പൂൺ ഇങ്ങനെ 10 സ്പൂണ് 4. കുട്ടി നടന്നു പോകുന്ന കാണിക്കും, അതിൻ്റെ ഇടയിൽ വരും കുട്ടി നടന്നു പോകുന്ന ചവിട്ടി. കാരണം ഒരു എന്താ പറയുക, ഈ റിവ്യൂസ് കണ്ട് വെറുത്ത്. ഇന്ന് എല്ലാവർക്കും ഓൺലൈൻ പർച്ചേസിങ് അറിയാം. എല്ലാവരും ഓൺലൈൻ പർച്ചേസിങ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാം കടയിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാരാണ്. ഷോപ്സ് അല്ലെങ്കിൽ ഈ ഓഫർ പോലെ 199, 198 ഇങ്ങനത്തെ എല്ലാ ഓഫറുകളും ഉണ്ട്. ഈ റിവ്യൂ ഇങ്ങനെ കൂടി തല ഇങ്ങനെ പെരുകുക എന്ന് പറയുന്ന ഒരു സാധനം. അപ്പം എനിക്ക് പാട്ട് കണ്ടപ്പോൾ ചിരിയാണ്. ഓക്കെ, ഇതാണ് കല്യാണീൻ്റെ വീഡിയോ. ആദ്യം തന്നെ എനിക്ക് ഈ വീഡിയോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിന് കാരണം എന്താ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. എനിക്ക് ഈ ഫുഡ് കഴിക്കുമ്പോൾ ഈ ഒച്ച ഉണ്ടാക്കി കഴിക്കുന്നത് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. എനിക്കത് കാണുമ്പോൾ എനിക്കിങ്ങനെ ഉളുത്ത് കയറുക എന്ന് പറയില്ലേ നമ്മൾ, എനിക്കങ്ങനെ ഉളുത്ത് കയറും. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാക്കാണ്ട് കഴിക്കാനാണ് ഞാൻ ശ്രമിക്കുക. കാരണം എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ ഞാൻ എന്ന് പറഞ്ഞ് തിന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് കേൾക്കും എന്തോ ഒരു ഇടങ്ങേറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫുഡിൻ്റെ ASMR വീഡിയോസ് എനിക്ക് ഇഷ്ടമില്ല, ഞാൻ കാണൂല. എനിക്കത് കാണുമ്പോൾ എന്തോ അങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഈ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഒരിക്കലും ഈ വീഡിയോ ഇഷ്ടപ്പെടില്ല. കാരണം ഈ സൗണ്ട് കേൾക്കുമ്പോൾ, അതുപോലെ തന്നെ എനിക്കിഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ സിമെൻറ്റ് ഇങ്ങനെ എല്ലാം വടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെ വടിച്ചെടുക്കുമ്പോൾ ഒരു ഉളുത്ത് കയറുന്നൊരു സൗണ്ട് ഉണ്ടാവില്ല. എനിക്ക് പറയുമ്പോൾ തന്നെ എന്തോ അത്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഈ സാധനം കാണിച്ചതോടുകൂടി ഓട്ടോമാറ്റിക്കലി ഇത് ഇഷ്ടമല്ലാണ്ട് ഒരുപാട് ആൾക്കാർ വന്നു. അതിനൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇത് ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വീഡിയോസ് അല്ല ഇവർ പേഴ്സണലി ചെയ്യുന്നത്. പെട്ടെന്ന് ഇവർ ഇങ്ങനെ ഒരു ടാഗ് ലൈൻ വരുമ്പോൾ ഇതിനൊരു ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. സെക്കൻഡ് തിങ്, ഇത്ര ഹൈപ്പ് കൊടുക്കാൻ മാത്രമുള്ള ഒരു സാധനം ആ വീഡിയോയിൽ ഇല്ല.
തേർഡ് തിങ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വീഡിയോൻ്റെ താഴെ വന്നൊരു കമൻറ്റിന് ഇവർ കൊടുത്ത റിപ്ലൈ കണ്ട് അത് ചൊറിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് കമൻസ് താഴെ പോയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതിന് നിങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുന്നത് നല്ലതാണ് എന്ന് എനിക്കൊരു പേഴ്സണൽ അഭിപ്രായം എന്ന് കരുതി എല്ലാ ഫുഡ് ബ്ലോഗേഴ്സും നമ്മൾ വെറുപ്പിക്കുന്നില്ല. പല സ്ഥലങ്ങളും പല ഏരിയകളിലും നമ്മൾ പോയി ഫുഡ് കഴിക്കുന്നത് ഈ വ്ളോഗേഴ്സ് വഴി തന്നെയാണ്, ഈ ഫുഡ് വ്ളോഗേഴ്സ്. പക്ഷേ അതിലുപരി ഇങ്ങനെ കാണിക്കുമ്പം കാണുന്ന ആൾക്കാർക്കൊരു എവിടേക്കോ ഒരു വിയേർഡ് ഫീല് വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആ സെയിം സാധനം തന്നെ ഈ ഒച്ച ഉണ്ടാക്കാണ്ട് ആ മീൻ ഇങ്ങനെ കഴിച്ച് കാണിച്ചാൽ അതൊരു രസമുണ്ടായിരുന്നു. ഈ ഞാന്നുള്ളൊരു ഒച്ച വന്ന് ഒരു ഓവർ ഹൈപ്പ് കൊടുത്തപ്പം. പിന്നെ ഈ കണ്ണിമാങ്ങേൻ്റെ ഒരു സാധനം എനിക്ക് പറയാം, ഞാൻ വയനാട്ടുകാരിയാണ്. എൻ്റെ വീടിൻ്റെ ബാലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാവും ചക്കയും പ്ലാവും എല്ലാം ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ കണ്ണിമാങ്ങയൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ അച്ചാറിട്ട് കഴിക്കുന്നതാണ്. ഈ കണ്ണിമാങ്ങ കുറേ കാലം ഇങ്ങനെ ഉപ്പ് ഭരണിയിൽ ഇങ്ങനെ വെച്ച് കുറേ ഉപ്പിട്ട് വെള്ളത്തിലായി ഒരു ഇളിയുന്ന അവസ്ഥയിലോട്ട് വരുമ്പോഴാണ് കണ്ണിമാങ്ങ ഇങ്ങനെ പുളിയാവുക. കടയിൽ നിന്ന് വാങ്ങുന്ന കണ്ണിമാങ്ങ എപ്പോഴും ഇതുപോലെ തന്നെയാണ്, കടിക്കുമ്പോൾ ഒരു ഞെറു ഒച്ച പോലെ. പിന്നെ ഈ ഒച്ച ഉണ്ടാക്കി കഴിക്കുന്ന ആൾക്കാർക്ക് ചെറിയ കടി തന്നെ വലിയ ഒച്ചയാക്കാനും പറ്റും. അതും കൂടെ പറയണമെന്ന് തോന്നി. അപ്പോൾ ഓഫ്കോഴ്സ് ഈ വീഡിയോൻ്റെ താഴെ ഡെഫിനറ്റ്ലി എന്ത് വരും, കല്യാണി ചേച്ചിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് കമൻറ്റുകൾ വരും. ആ കമൻറ്റിൽ കല്യാണി ചേച്ചി കൊടുത്ത റിപ്ലൈയും കമൻറ്റും നോക്കാം. സിമ്പിളായിട്ട് ഡോണ്ട് റെക്കമെൻഡ് ദിസ് ചാനൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു വീഡിയോയും താങ്കളുടെ ഫീഡിൽ വരില്ല. അപ്പൊ അത് ചെയ്തിട്ട് പോകുന്നതല്ലേ എളുപ്പം. വീഡിയോൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ്, ഒത്തിരി ഇഷ്ടത്തിൽ നിന്നും ഒട്ടും ഇഷ്ടമില്ലാതെ ആയി എന്ന് പറഞ്ഞു. എന്നെ സർപ്രൈസ് ചെയ്തൊരു കാര്യം എന്താ അറിയോ, ഈ വീഡിയോൻ്റെ താഴെ 1.3K ലൈക്ക് എന്ന് വെച്ചാൽ ഇവർക്കുള്ള ടോട്ടൽ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് 1300 പേര് ആൾക്കാർക്ക് ഇവർ ഇഷ്ടമല്ല എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പം ചില ആൾക്കാർ പറയും, ഇത്രയും ലക്ഷങ്ങളുണ്ടല്ലോ, 1300 ഒരു വിഷയമാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച് ഓരോ സബ്സ്ക്രൈബറിനും വാല്യൂ കൊടുക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 1300 എന്ന് പറഞ്ഞാൽ അതൊരു ഞെട്ടിക്കുന്ന കമൻറ്റ് തന്നെയാണ്. ഈ കമൻറ്റിന് ഇവർ കൊടുത്തൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ ചാനൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുത്തു പോയിക്കോ, അങ്ങനെയാണെങ്കിൽ ഒരു വിഷയമില്ല. ഞാനൊരു കമൻറ്റ് റോങ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം നമ്മളുടെ വീഡിയോ കാണാൻ ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്താണ്, നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നത് കൊടുക്കുക. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികളെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടൊന്നും നമുക്കൊരിക്കലും വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ വേറെ വ്ളോഗേഴ്സിന് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരുടെയും ഇഷ്ടം കാണാം. അതുപോലെ തന്നെ എനിക്ക് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഈ യൂട്യൂബിലെ പ്രശ്നം എന്താ പറയുക, നമ്മൾ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്താൽ ഈ സാധനം മുമ്പിൽ വരും. എനിക്ക് അനുഭവമുണ്ട്, ഞാൻ കുറേ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തിട്ടും ഈ സാധനം മുമ്പിൽ വന്നിട്ടുണ്ട്. പിന്നെ ഹെയ്റ്റുകളെ സ്വീകരിക്കാൻ കുറച്ചും കൂടെ നമുക്ക് പറ്റിയാൽ നല്ലതാണ് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത്. ഞാനൊക്കെ തുടക്കകാലങ്ങളിൽ വീഡിയോ ഇടുമ്പോൾ ഞാനിരുന്ന എൻ്റെ എല്ലാ കമൻസും വായിക്കും. ഒരു നെഗറ്റീവ് വന്നാൽ എനിക്കൊരു ദിവസം ഉറക്കമുണ്ടാവില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് കാലമായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് തന്നെ ഒരു സെൽഫ് റിയലൈസേഷൻ വന്നു, ദിസ് ഈസ് വാട്ട് സോഷ്യൽ മീഡിയ. നമുക്ക് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടായിരിക്കും ആ ഹേറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പകരം നിങ്ങളങ്ങ് അതാക്കിപ്പോയി. ഇപ്പോൾ അവർക്കത് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷങ്ങളോളം സബ്സ്ക്രൈബർ ഉണ്ട്, അപ്പം നിങ്ങൾ പോയാലും എനിക്ക് പുല്ല എന്നുള്ളൊരു മട്ടായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരാളും പെട്ടെന്ന് നോട്ട് ഇൻട്രസ്റ്റഡ് പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇറ്റ്സ് അപ് ടു യു. എന്തായാലും ആളുടെ ഇഷ്ടം. എടാ, നിനക്കിങ്ങനെ കുത്തിയിരുന്ന് കമന്റ് ഇടാൻ വേറെ പണിയൊന്നും ഇല്ലേടാ? നിനക്ക് നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തിട്ട് നിനക്ക് ഇഷ്ടമുള്ളവരുടെ വീഡിയോ പോയി കണ്ടുകൂടെ? എന്തിനാ കഷ്ടപ്പെട്ട് ഇത്രയും വലിയ കമന്റ് ഇവിടെ ഇടുന്നേ? ഇതാണ് അടുത്ത കമന്റ്, ഈ തള്ളക്ക് വേറെ പണിയില്ലേ എന്നുള്ളത്. 660. എൻ്റെ വീഡിയോൻ്റെ താഴെയും എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വരലുണ്ട്. അതിൽ തള്ള ഇതുവരെ വന്നിട്ടില്ല, ആൻറ്റി ഇങ്ങനത്തെ ഓരോ സാധനങ്ങളാണ് വരുന്നത്. അമ്മ ഒരു തള്ള വന്നിരുന്നു കേട്ടോ. എനിക്കെന്നിട്ട് ഞാൻ അമ്മാവാന്ന് വിളിച്ച സമയത്ത് എന്നെ അമ്മായി എന്ന് വിളിച്ചു, ഞാൻ തിരിച്ച് മുത്തശ്ശി എന്ന് വിളിച്ചു. ലൈക്ക് ഓക്കെ, മേ ബി ഈ തള്ള എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് മറ്റൊരാളെ വിളിക്കുന്നതൊന്നും എനിക്ക് റൈറ്റ് ആയിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് അവരുടെ പേര് വിളിക്കാം. ഇപ്പം എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് അമിയ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടാം. പക്ഷേ ചില ആൾക്കാർ വന്ന് എടി, നീ പോടി, നീ ആരെടി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ സംസ്കാരം എന്ന് കരുതി വിടുക. എൻ്റെ വീഡിയോൻ്റെ താഴെ ഇങ്ങനെ ഒരു കമൻറ്റ് വരികയാണെങ്കിൽ മേ ബി ഐ വിൽ റിപ്ലൈ ലൈക്ക് ഓക്കെ ചേട്ടാ എന്ന് പറഞ്ഞുള്ളൊരു റിപ്ലൈ ആയിരിക്കും കൊടുക്കുക. ചിലപ്പോൾ ഞാൻ ഡിലീറ്റ് ഫോർ എവറി വൺ അടിക്കും. ബട്ട് ഐ നെവർ സേ ദ സെയിം വേർഡ് ബിക്കോസ് മൈ ഫാദർ ഇസ് നോട്ട് അവരുടെ ഫാദർ. അപ്പം അതുപോലെ തന്നെ ഇങ്ങനൊരു കമൻറ്റ് വരുന്ന സമയത്ത് ഇഗ്നോർ ചെയ്യാം. സോഷ്യൽ മീഡിയയിലെ സ്പേസ് ആണെന്ന് കരുതി ഇൻസ്റ്റഡ് അതിന് റിപ്ലൈ കൊടുക്കുമ്പോഴാണ് ഫുള്ള് ഹെയ്റ്റ് വരിക. പിന്നെ അങ്ങോട്ട് ഈ വീഡിയോൻ്റെ താഴെ ഹെയ്റ്റ് മയമായിരുന്നു ഗൈസ്. ഇത്തിരി ചോറും മീനും കഴിക്കാൻ ഒരു ലോഡ് എക്സ്പ്രഷൻ.
സ്ലിം ബ്യൂട്ടി ആവാൻ നോക്കിയതാണ്. ഇപ്പോൾ സ്ലിമ്മ് മാത്രമേ ആയുള്ളൂ, ബ്യൂട്ടിയൊക്കെ പോയി. ഓവറാണ് ഇവർ കാണിക്കുന്നത്. മൈക്കിനെ സൗണ്ട് കേൾക്കുമ്പോൾ ഇവരോട് ദേഷ്യം വരുവാണ്. ഇതാണ് ഞാൻ പറഞ്ഞൊരു സാധനം. നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓവറാക്കി വെറുപ്പിച്ചു. ഇതിനൊക്കെ 462 750 ലൈക്ക് ഇടുന്നുണ്ട് കേട്ടോ. 750 അക്കൗണ്ടിൽ നിന്ന് വേണം ഈ ലൈക്ക് ഇടാൻ, നിങ്ങൾ ഓർത്തോ. ഓവറാക്കി, ഇച്ചിരി കൂടുതലാണ്. അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറച്ചെണ്ണവും. 788 ലൈക്കാണ്, കുറച്ച് ഓവറാണ്, അത് വേണ്ട. ഇത്തിരി ഓവറാണ്. 411. എന്താണത്? ബാസന്തി ആയല്ലോ 121. ക്യൂട്ട്നെസ് തൂറി മെഴുകുക, തീട്ടത്തള്ള ഈശ്വര 20. ചേച്ചി ഇന്ന് പ്രൊമോഷനൊന്നുമില്ലേ? 28. ഓവറാക്കി കടന്ന് മെഴുകുന്നു 112. ഇത്തിരി വേഷം കെട്ട് കൂടുതലാണ് 677. ഒരു വൃത്തിയുമില്ല കഴിക്കുന്നത് കാണാൻ. ഇത്രയൊക്കെ വേണോ ചേച്ചി? ഇപ്പം ടീത്തൊക്കെ പൊന്തിയല്ലോ. കടയിൽ നിന്നും വാങ്ങിയ അച്ചാർ തന്നെയല്ലേ? അച്ചാറിൻ്റെ ഡെപ്പി കണ്ടിട്ട് ചോദിച്ചതാ. തിളക്കം കുറവാണല്ലോ. ഇങ്ങനെ ഈ വീഡിയോൻ്റെ താഴെ ഒരു ലോഡ് കമൻസുകൾ വന്നിട്ടുണ്ട്. അതിനൊരു മെയിൻ റീസൺ എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ വീഡിയോൻ്റെ താഴെ വന്ന ഒരു കമൻറ്റിന് ഇവർ കൊടുത്തിട്ടുള്ള റിപ്ലൈ ആണ്. നമ്മളിപ്പോൾ ചില സജഷൻസ് നമ്മളുടെ യൂട്യൂബ് വീഡിയോ, ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് വരുന്ന പല സജഷൻസും ഞാൻ സ്വീകരിക്കുന്നുണ്ട്. അതിലൊരു മെയിൻ സാധനമാണ് ഞാൻ ഈ കൈ കൊണ്ട് കാണിക്കുന്ന ആക്ഷൻസ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്നാണ്. ഞാൻ മാക്സിമം ഇപ്പം ഇങ്ങനെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുക, കാരണം നിങ്ങളെ വെറുപ്പിക്കേണ്ട കരുതിയിട്ട്. കാരണം ഇങ്ങനെ വിട്ടാൽ ഞാൻ ആക്ഷൻസ് വരും. രണ്ടാമതൊരു സാധനമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നത്, മുടി പിടിക്കരുത്. ഞാൻ മാക്സിമം മുടി പിടിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നാലാളെ കണ്ട് നമ്മളോട് ചോദിക്കുക, റെഫർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ്. നമ്മൾ അവരെ മുകളിൽ കയറി കളിക്കാൻ നിൽക്കുന്ന സമയത്താണ് ഇത്രയും ഹെയ്റ്റ് വരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് കല്യാണ ചേച്ചിയുമായി ബന്ധപ്പെട്ട് എനിക്ക് സംസാരിക്കാണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം, ഒരു ASMR വീഡിയോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, गाइस ग्रेवी अंडा है। ഇതാണ് ഈ ASMR വീഡിയോ എന്ന് പറയുന്നത്. കാരണം ആ ഒരു OG സൗണ്ട് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത്. ഇത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതാണ് ഇനി കല്യാണി ചേച്ചി ട്രൈ ചെയ്തതെങ്കിൽ എനിക്കിപ്പോൾ ബേസിക്കലി ASMR വീഡിയോസ് എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു കാര്യങ്ങൾ ഇഷ്ടമല്ലാത്തത് കൊണ്ട്, ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഇതാണ് ചേച്ചി ട്രൈ ചെയ്തതെങ്കിൽ ചേച്ചി ഇതിലോട്ട് എത്തിയിട്ടില്ല. ചേച്ചി ചെയ്തത് ഇതുപോലെയല്ല. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഇടുകയാണെങ്കിൽ ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതാണ് എന്നൊരു അഭിപ്രായമുണ്ട്. ഹായ്. ഈ ഒരു 3 വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇതിൽ 2 ആൾക്കാർ, പ്രവീൺ മൃദുലയും ജാസ്മിൻ ജാഫറും, ഇവർ 2 പേരും നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം 4 ആൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇവരെ ഇഷ്ടപ്പെടുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ട്, ഇവരെ ഇഷ്ടപ്പെടാത്ത കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ ഇത് എൻജോയ് ചെയ്യും. ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, ഈ വീഡിയോൻ്റെ താഴെ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടാനുള്ള ചാൻസസ് എന്താണ്, കൂടുതലാണ്. ഞാൻ കാണിച്ച 2 വീഡിയോ, ഫസ്റ്റ് കാണിച്ച വീഡിയോ, സെക്കൻഡ് കാണിച്ച തേർഡ് വീഡിയോ, ഈ 3 വീഡിയോസിലും ഇവരൊരു കോണ്ടന്റ് ആണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിൽ ജാസ്മിൻ ജാഫറും അനിയനും കൂടെ നൂഡിൽസ് തിന്ന് തീർക്കുന്നതാണ്. അപ്പോൾ അതൊരു ടാസ്ക് ആകുമ്പോൾ അവർക്ക് ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക, വലിച്ചു വാരി കഴിക്കുക. രണ്ടാമത്തെ ഒരു വീഡിയോയിൽ ഫുഡ് കഴിക്കുന്നതിനിടയിൽ പിന്നെ ഒരു കോണ്ടന്റ് അങ്ങോട്ട് പോകുന്നുണ്ട്, ഞാനത് വെറുതെ കാണിച്ച് വീഡിയോ കോട്ടണം. മൂന്നാമത്തെ ഒരു വീഡിയോയിൽ മന്തി കഴിക്കാൻ പോകുന്ന സമയത്ത് മൃദുല മന്തി ഫുള്ള് കംപ്ലീറ്റ് കഴിക്കുന്നു. കഴിച്ച് നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പ്രവീൺ മതിയോ എന്ന് ചോദിക്കുമ്പോൾ മൃദുല അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, ആ മതി, ഇനി ബാക്കി വീട്ടിൽ പോയിട്ട്.
അപ്പോൾ ഒരു കോണ്ടന്റ് ഒരു വീഡിയോയിൽ കൂടെ കൺവേ ചെയ്യുമ്പം ആ കോണ്ടന്റിന് ആവശ്യമായ രീതിയിൽ നമുക്ക് ഫുഡ് കഴിക്കുന്നതിന് വേണമെങ്കിൽ ഒരു അലമ്പാക്കിയിട്ടൊക്കെ കാണിക്കാൻ പറ്റും. അതൊരു കോണ്ടന്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അതല്ലാണ്ട് വെറുതെ നോർമലായി വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ASMRും ഈ ഒരു വലിച്ചുവാരി തീറ്റയും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ഓഫ് കോഴ്സ് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചോദിക്കാൻ പോകുന്ന ഒരു സാധനമായിരിക്കും ഇത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ തരുന്നത്. കോണ്ടന്റിന് വേണ്ടിയിട്ട് ഫുഡ് ചിലപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് എൻജോയ് ചെയ്യുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. എന്നാൽ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ എന്ന് പറഞ്ഞ ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് സൈഡിൽ കൂടെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇത് പാൽ പൊറാട്ട എന്ന് പറഞ്ഞൊരു ഡിഷാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് പാൽ. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ നിർത്തിയിട്ടുണ്ട്. ഈവൻ പാൽ ചായ പോലും കുറവാണ്. ഫിൽറ്റർ കോഫീസ് ഒക്കെ ട്രൈ ചെയ്തെന്നല്ലാണ്ട് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇത് കാണാം, പൊറാട്ട, പാല്, ചിക്കൻ, പിന്നെ പാല്, പിന്നെ പൊറാട്ട. ഇത് ആർക്കാണ് ഇത് കണ്ട സമയത്ത് കഴിക്കാൻ തോന്നാത്തത്? എനിക്ക് സത്യം പറയാം, എനിക്ക് ഭയങ്കര കഴിക്കാൻ തോന്നി. അടുത്തൊരു വീഡിയോ ഞാൻ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇതിൽ ഒരു വ്ളോഗാണ്. ഈ വ്ളോഗിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് നല്ല പേരി പേരി അൽഫാം മന്തിയാണ്. കണ്ടപ്പോൾ തന്നെ, ഒന്നാമത് ഞാൻ വലിയൊരു മന്തി ഫാൻ ആയതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നി. അപ്പം ഫുഡിന് ഇങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്താൽ കഴിക്കാത്തവന് വരെ കഴിക്കാൻ തോന്നും. അന്നേരം ഇങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്താൽ കഴിക്കുന്നവന് വരെ കഴിക്കണ്ടെന്ന് തോന്നും. ഞാൻ നിങ്ങൾക്ക് സൈഡിൽ കൂടെ കുറേ വീഡിയോസ് കാണിച്ചു തരാം. ഇതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസാണ്. ഇതൊരു പെൺകുട്ടി ഒരു ലോഡഡ് ഫ്രൈസിൻ്റെയാണ് കാണിക്കുന്നത്. അവൾ കഴിക്കുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്ക്. അവൾ ആ ഫുഡിനെ കാണിച്ച് ആലോചിച്ച് നോക്ക്. നമുക്ക് വരെ കഴിക്കാൻ തോന്നും. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് കാണിക്കുന്ന എല്ലാ വീഡിയോസും ഈ ഒരു രീതിയിലുള്ള വീഡിയോസാണ്. അപ്പം ഫുഡ് എന്ന് പറയുന്നതിനെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഈ എന്താ പറയുക, ഒരുമാതിരി അലപ്പ് പിടിച്ചതുപോലെ വൃത്തിയില്ലാത്ത പോലെ തിന്നിട്ടുണ്ടെങ്കിലൊന്നും ഒരു വ്യക്തിക്കും അത് ഇൻട്രസ്റ്റഡ് ആവില്ല. കാരണം ഫുഡിനെ ഭയങ്കര നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിന് ആ റെസ്പെക്റ്റ് തന്നെ കൊടുക്കണം. ചില ആൾക്കാർ ഈ കേക്കൊക്കെ വാങ്ങുന്ന സമയത്ത് കേക്ക് കട്ട് ചെയ്യും. ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായി ഒരു ഇച്ചിരി ക്രീം എടുത്തിട്ട് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ഫൈൻ. പകരം അതങ്ങോട്ട് ഇങ്ങനെ വലിച്ച് വാരി മോന്ത പൊത്ത്, ഇതിനോടൊന്നും എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. കാരണം ഒരു കേക്ക് കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പ്രോപ്പറായി ഫുഡ് ഫീഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും മനസ്സിൽ പലതും കഴിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നടക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ആ ഒരു ലോകത്ത് ഫുഡ് ഈ റീസെൻ്റ്ലി ഉണ്ടായിരുന്ന ഒരു ന്യൂസ് ഞാൻ ഈവൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് വീഡിയോയാണ് ഞാനിട്ട്. ഒരച്ഛനും അമ്മയും 2 കുട്ടികളും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ബാക്കി ഞാൻ പറയുന്നില്ല. കാരണം ഒറ്റൊന്നാണ്, പോവേർട്ടി. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ കുറേ അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫുഡ് റിലേറ്റഡ് കോണ്ടന്റ് കാണിക്കുന്ന സമയത്ത് നമ്മൾ കുറേ ശ്രദ്ധ കൊടുക്കണമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അപ്പൂന്റെ സ്നാക്സ് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് ഇതിൽ ചോറുണ്ടാ തോന്നി. അങ്ങനെ ഞാൻ മാങ്ങാച്ചാറും പച്ചരിയും ചമ്മന്തിപ്പൊടി എല്ലാം കൂടി ഇട്ട് വെച്ചു. എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ മുട്ട കഴിക്കാൻ തോന്നുന്നു. അതായത് നല്ല മുട്ട ഉള്ളിയൊക്കെ എരിഞ്ഞ് മുളകൊക്കെ ഇട്ട്, അപ്പൊ പിന്നെ മുട്ടയും കൂടെ പൊരിച്ചിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ആകെ കൊളായിട്ട് കിടക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാമേ. ഇവിടെ മുട്ട പൊരിക്കാൻ നിന്നാ എനിക്കെന്ന് ഓരോരുത്തർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് മുട്ട പൊരിക്കാം. മുട്ട ഇങ്ങനെ അടിച്ച് പതപ്പിച്ചിട്ടേ ഉപ്പിടാവും, ഇല്ലെങ്കിൽ ഉപ്പ് ഒരിടത്ത് മാത്രം പിടിക്കും. ചൂട് മുട്ട പൊരിച്ച വേണോ? തന്നില്ലെങ്കിൽ ഞാൻ തല്ലിക്കൊല്ലും. അങ്ങനെ എല്ലാവരുടെയും മുട്ടയുടെ പങ്ക് കൊടുത്തിട്ട് ഞാൻ എന്റെ പാത്രം തുറന്നു കേട്ടോ. അങ്ങനെ മുട്ടയും മീനും എല്ലാം സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇതെല്ലാം കൂടി ഇട്ട് കുറച്ചങ്ങ് കുഴച്ചു. എന്നിട്ട് അതിങ്ങനെ വായിലോട്ട് വെച്ചപ്പോൾ കിട്ടിയ ടേസ്റ്റ് ഉണ്ടല്ലോ. നേരത്തെ വീഡിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഫാർ ബെറ്റർ. പക്ഷേ എന്നാലും ഒരു ഓവറാക്കൽ ഫീൽ ചെയ്തോ? എന്നാൽ ഇതുപോലത്തെ ഒരു ഫുഡ് ബ്ലോഗർ ഞാൻ റീസെൻ്റ്ലി റിയാക്ട് ചെയ്ത സാറ, ആളുടെ വീഡിയോ കാണുന്ന സമയത്ത് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ ജസ്റ്റ് ആളുടെ ഏതെങ്കിലും ഒരു വീഡിയോ കാണിച്ചു തരാം. ഫ്രൂട്ട്സ് എത്ര കിട്ടിയാലും എനിക്ക് മതിയാവില്ല. പണ്ട് എൻ്റെ പപ്പ പറയുമായിരുന്നു നിന്നെ ഒരു പഴക്കച്ചവടക്കാരനെ കൊണ്ട് കെട്ടിക്കാവുന്ന. പക്ഷെ എപ്പോഴും നല്ല ഫ്രൂട്ട്സ് കിട്ടണ സീസൺ ആവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഈയിടെയായിട്ട് യൂസ് ചെയ്യുന്നതാണ് ചിക്കു ട്രിക്സിൻ്റെ ഈ മൈറ്റി കൊളാജൻ.
എല്ലാ ദിവസവും പറ്റുന്ന പോലെ തിന്നും കുടിച്ച് ഇങ്ങനെ ജീവിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എനിക്കിപ്പോ. അതുകൊണ്ട് ചാച്ചനെയും കൂട്ടി കുറിക്കാനും കുടിക്കാനുമായിട്ട് ഒരു കഫേലോട്ട് വന്നതാണ്. പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ എനിക്ക് അത്ര അങ്ങോട്ട് ഒത്തില്ല. അതുകൊണ്ട് ഞാൻ ചാച്ചന്റെ അടുത്ത് അടുത്ത പ്ലാൻ ഇട്ടുന്ന പിന്നെ നമുക്ക് കലൂര് പോയി ലോഡഡ് ഫ്രൈസ് കഴിക്കാവുന്ന. ഒത്തില്ല എന്ന് വിചാരിച്ച് കഴിച്ചില്ല എന്ന് തോന്നരുത്. എല്ലാം കഴിച്ചിട്ടാണ് അവിടുന്ന് ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ ഇറങ്ങിയത്. ഞാൻ കാണുന്നതിന് മുമ്പ് ചാച്ചൻ നാണ്ട് അടുത്ത് തുറന്ന് കഴിക്കാൻ തുടങ്ങി. ഇത്രയൊക്കെ വാരിക്കുത്തി കഴിച്ചിട്ട് മുഖത്ത് കുരു വരുന്നില്ലേ, മുഖം ഇങ്ങനെ ക്ലിയർ ആയിട്ടിരിക്കുന്ന കുറെ ആൾക്കാർക്ക് സംശയമുണ്ട്. അപ്പൊ ഞാൻ കംപ്ലീറ്റ് ഒന്നും വെക്കുന്നില്ല. നിങ്ങൾ ആളുടെ വീഡിയോ ഡെഫിനറ്റ്ലി കണ്ടിട്ടുണ്ടാവും. ചില വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. എങ്ങോട്ടാണ് ഇതൊക്കെ പോകുന്നത്? ഇത്രയൊക്കെ കഴിച്ചിട്ടും എങ്ങനെ ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഇത്രയൊക്കെ കഴിച്ചിട്ടും പിമ്പിൾസ് വരുന്നില്ലല്ലോ? ഇതൊക്കെ എൻ്റെ മനസ്സിന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. പക്ഷെ ഫൺ അപ്പാർട്ട്, ഈ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും ഒരു ഇറിറ്റേറ്റഡ് ഫീൽ തോന്നിയോ? ആർക്കെങ്കിലും ഒരു വെറുപ്പിക്കൽ ഫീൽ തോന്നിയോ? അപ്പം ചില കാര്യങ്ങൾ ചിലവർ ചെയ്യുമ്പോൾ ഇറ്റ് സ്യൂട്ട്സ് ഗുഡ്. പക്ഷേ അന്നേരം ചില കാര്യങ്ങൾ ചിലവർ ചെയ്യുമ്പോൾ ഇറ്റ് ഫീൽസ് വിയേർഡ്. അല്ലാണ്ട് ജനങ്ങൾ ഒരിക്കലും ഫുൾ ടൈം നിങ്ങളുടെ കുറ്റം പറയാൻ വേണ്ടി ഇരിക്കുകയല്ല. നമ്മൾ നല്ലത് ചെയ്താൽ അവർ നല്ലതെന്ന് തന്നെ പറയും. ഇപ്പം എൻ്റെ ചില വീഡിയോയുടെ നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ തന്നെ എൻ്റെ ചില വീഡിയോയുടെ പോസിറ്റീവ് ഇടുന്നുണ്ട്. ദേ ഹാവ് ദാറ്റ് റൈറ്റ് ആൻഡ് ദേ ഹാവ് ദാറ്റ് ഫ്രീഡം. ഒരു പബ്ലിക് സ്പേസിൽ വീഡിയോ ഇടുന്ന വ്യക്തി എന്ന നിലയിൽ ഇങ്ങനത്തെ കമൻസുകളെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഒരിക്കലും അബ്യൂസീവ് ആയിട്ടുള്ള വൾഗർ ആയിട്ടുള്ള കമൻസിനെ സപ്പോർട്ട് ചെയ്യണം എന്നല്ല പറഞ്ഞത്. എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കുക, നീറ്റായിട്ട് വീഡിയോസ് കാര്യങ്ങൾ ഇടാൻ ശ്രമിക്കുക. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമിയാൻ ഫിൽറ്റർ.